എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്തിട്ടിരുന്ന നക്ഷത്ര ഫലങ്ങളുടെ വീഡിയോ ഈ ആഴ്ച നമുക്ക് വീഡിയോ റെക്കോർഡായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വോയിസ് ആയിട്ടിടുന്നത്. തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷാലയത്തിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ ഫലം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുത്തുചാട്ടങ്ങൾ കഴിയാവുന്ന ഒഴിവാക്കുക. സംസാരം കൊണ്ടുവരുന്നതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യുന്നതും നമ്മുടെ ദോഷങ്ങളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് ഉപകരിക്കും. ഇവരെ സംബന്ധിച്ച് സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും അനാവശ്യമായിട്ട് വരുന്ന ചെലവുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കുന്ന ഒരു സ്വഭാവവിശേഷണത്തെ മാറ്റി നിർത്തുക. പിടിവാശി മാറ്റി നിർത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങൾ കൂടുതലായിട്ടുള്ള കരുതൽ ഈ ഒരാഴ്ചക്കാലം ഇവർ കൈക്കൊള്ളേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകം പൂരം ഉത്തരത്തിക്കാൽ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ജോഹ്ലി മേഖലയിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും സ്വന്തം ദേശത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ സ്വദേശത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ കഴിയാവുന്ന ഒഴിവാക്കി മുന്നോട്ട് പോവുക. എന്നിരുന്നാലും ആശയങ്ങളും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിൽ നമ്മൾ ഭയത്തോടുകൂടി നിന്നുകൊണ്ട് ഒരു കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുന്ന സ്വഭാവവിശേഷം മാറ്റിവെക്കുന്നത് പിന്നീട് വരുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറാനായിട്ട് നമുക്ക് ഉപകരിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അരോചകം തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടും ഇവർ മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ആത്മവിശ്വാസത്തിന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്തരത്തിക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെട്ട കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കൂടുതൽ റെസ്റ്റ് ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് ക്ലേശം കാണിക്കുന്നതായ ഒരാഴ്ചക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യങ്ങളും ശാരീരിക റെസ്റ്റുകളും ഇവർ കൃത്യമായിട്ട് കൈക്കൊള്ളുക. ചെറിയ ചെറിയ അസുഖങ്ങളെ പോലും നിസ്സാരമായിട്ട് കാണേണ്ടതാണ്. വൈദ്യസഹായം കൃത്യസമയത്ത് തേടാനായിട്ടും ഈ ഒരാഴ്ചക്കാലം ഇവർ ശ്രദ്ധിക്കുക. വീഴ്ച, ചതവ്, പതനം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനഷ്ടങ്ങളെയും ഇവരൊന്ന് ജാഗ്രതയോടെ വേണം ശ്രദ്ധിക്കാനായിട്ട്. ദോഷങ്ങൾ മാറുന്നതിനും ഗുണഫലത്തിനും വേണ്ടി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ശ്രീസൂക്ത മന്ത്രപുഷ്പാഞ്ജലിയും, ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമവും, ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനവും നടത്തി പ്രാർത്ഥിക്കുക. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഈ അവസരങ്ങളൊക്കെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനഭാവത്തും കുടുംബത്തും നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ആ യാത്രകളൊക്കെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തുക. അത് ജീവിതത്തിൽ കൂടുതൽ മനസ്സന്തോഷം നൽകാനായിട്ട് ഇട നൽകുന്നതാണ്. എന്നിരുന്നാലും പെട്ടെന്ന് വരുന്ന ദേഷ്യവും അപകർഷതാബോധവും ഒക്കെ ഇവരുടെ ജീവിതത്തിന് പരാജയങ്ങളെ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അപകർഷതാബോധങ്ങളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായ വസ്ത്ര ആഭരണ നേട്ടങ്ങളൊക്കെ പറയുന്നത് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ഗുണഫലത്തെ നൽകുന്നതാണ്. എന്നിരുന്നാലും ഇവരുടെ പിടിവാശി മാറ്റിവെക്കുന്നതാണ് ഈ ഒരാഴ്ച ദോഷങ്ങൾ മാറാനായിട്ട് ഏറ്റവും ഉത്തമം. വിശാദികാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരാഴ്ചക്കാലമാണ് വരാൻ പോകുന്നത്. ധനപരമായ ആരോഗ്യപരമായ നേട്ടങ്ങൾ കൈവരിക്കും. ഏറെ നാളായി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ബന്ധുജനങ്ങളൊക്കെ കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഒരാഴ്ചക്കാലം സംജാതമാകുന്നുണ്ട്. ജീവിതത്തിലെ മനോപ്രയാസങ്ങളൊക്കെ മാറി
സന്തോഷിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് കാണിക്കുന്നത്. എന്നിരുന്നാലും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ കലഹങ്ങളൊക്കെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനോവിഷമതകൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ മറ്റുള്ളവരോട്ട് തുറന്നു പറയാനായിട്ടും പ്രത്യേകം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ജയദുർഗാമന്ത്ര പുഷ്പാഞ്ജലി, വെള്ളിയാഴ്ച ദിവസം ശാന്തദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനും പുതിയ തൊഴിൽ സ്ഥാനം ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. ഗൃഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ്. പുതിയ ഭൂമി വാങ്ങിക്കുന്നതിനും ഗൃഹം വാങ്ങിക്കുന്നതിനും വാഹന ലാഭങ്ങളൊക്കെ പറയുന്നതായ സാഹചര്യം ഇവർക്ക് സംജാതമാകും. ഇവരെ സംബന്ധിച്ച് മുൻ ദിവസങ്ങളുണ്ടായിരുന്ന മനോക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു പുരോഗതി വരുന്നതിനുള്ള സാഹചര്യം ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അത് കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തു തന്നെയായാലും ആശയങ്ങൾ നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിരിക്കും. മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളെ കൃത്യമായിട്ട് ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തിക്കാലം തിരുവോണവും അവിട്ടത്തടി ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ക്ലേശപരമായിരിക്കുന്ന ഒരാഴ്ചക്കാലമാണ്. 6ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയൊക്കെ സൃഷ്ടിച്ചേക്കാം. എന്ത് കാര്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഈ ഒരാഴ്ചക്കാലം വന്നു ചേർന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ശിരോസംബന്ധമായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയാവുന്ന കൃത്യസമയത്ത് വൈദ്യസഹായം തേടാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യവും ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴി അകന്നു കഴിയുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലി നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാനത്ത് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ ഒഴിവാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ശ്രീ സൂക്ത മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരിട്ടാൻ മുക്കാൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആഗ്രഹങ്ങളൊക്കെ സാധീകരിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങി അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ലോണുകളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊള്ളാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കാം. മാതാപിതാക്കളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായി വരുന്ന വ്യാധികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അത് തിരഞ്ഞെടുക്കാനായിട്ട്. ജീവിതത്തിൽ പ്രയോജനത്തിൽ വരുന്നതും നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത് പിന്നീട് വരുന്ന മനോക്ലേശങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് ഈ നക്ഷത്രക്കാരെ സഹായിക്കും. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി നവഗ്രഹ മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാരും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടിയെടുക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അറവാട് എടുത്തോ. പൂരുരുട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപവാദം കേൾക്കാനുള്ള ഒരു യോഗം കൂടി കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പ്രവർത്തന മേഖലയിൽ നമ്മുടെ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാത്തത് നമുക്ക് മനോക്ലേശങ്ങളെയൊക്കെ നൽകും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വരുന്ന മനോക്ലേശങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ആ ഈശ്വരവിശ്വാസം പ്രവർത്തന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവർക്കും
ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മൂകാംബികാദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.